പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാസനം പ്രസാദവര മാതാവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളെ, പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, നമ്മുടെ ഭവനങ്ങളെ, പ്രിയപ്പെട്ടവരെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. അമ്മ അത്ഭുതങ്ങളുടെ അമ്മയാണ്. ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം വിശ്വാസപൂർവം പങ്കുചേർന്നുകൊണ്ട് നമുക്ക് ആന്തരിക സൗഖ്യത്തിനായി, അത്ഭുതത്തിനായി, അടയാളത്തിനായി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന ചൊല്ലിത്തീരുമ്പോൾ നിങ്ങളുടെ നിങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ പ്രതിസന്ധികൾക്ക്, ദുഃഖങ്ങൾക്ക് ആശ്വാസവും പരിഹാരവും കണ്ടെത്തി അമ്മ തരും. ഈ പ്രാർത്ഥന വിശ്വാസപൂർവം ഭക്തിപൂർവം അവസാനം വരെ നമുക്ക് പങ്കുചേരാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മുറിവേറ്റതും പ്രശ്നകലുഷിതവുമായ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാൻ അവിടുന്ന് ആഗതനായി. എൻ്റെ ഹൃദയത്തിൽ ഉത്കണ്ഠയുണ്ടാക്കുന്ന പീഠകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദവര മാതാവേ, അമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രത്യേകമായി പാപത്തിന് കാരണമാക്കുന്നവയെ സുഖപ്പെടുത്തണമേ. എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലുണ്ടായ എല്ലാ ആന്തരിക മുറിവുകളെയും, അവ എൻ്റെ ജീവിതത്തിലുടനീളമുണ്ടാക്കിയ ആഘാതങ്ങളെയും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, അവിടുന്ന് എൻ്റെ വിഷമതകൾ അറിയുന്നുവല്ലോ. അങ്ങയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ വഴി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ മുറിവിലേറ്റ ആ വലിയ മുറിവിൻ്റെ യോഗ്യതയാൽ എൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ സുഖപ്പെടുത്തണമേ. അങ്ങനെ എനിക്ക് സംഭവിച്ചതൊന്നും എന്നെ വേദനയിലും വിഷമത്തിലും ഉത്കണ്ഠയിലും തളച്ചിടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദവര മാതാവേ, എൻ്റെ ജീവിതത്തിൽ രൂഢമൂലമായിരിക്കുന്ന തിന്മകൾക്ക് കാരണമായ സകല മുറിവുകളെയും സുഖപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, ശാരീരിക രോഗങ്ങൾക്ക് കാരണമാകുന്ന എൻ്റെ എല്ലാ മുറിവുകളും സുഖപ്പെടുത്തണമേ. എൻ്റെ ഹൃദയത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഇത് സ്വീകരിച്ച് ശുദ്ധീകരിച്ച് അങ്ങയുടെ ദൈവിക ഹൃദയത്തിൻ്റെ വികാരങ്ങൾ എനിക്ക് നൽകണമേ. ഓ കൃപാസനം പ്രസാദവര മാതാവേ, എന്നെ വേദനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മരണം മൂലമുണ്ടായ വിഷമതകളിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും സൗഖ്യം നൽകണമേ. പുനരുത്ഥാനവും ജീവനും അവിടുന്നാണെന്ന അറിവിലൂടെ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ പുത്രൻ്റെ ഉത്ഥാനത്തിൻ്റെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള അങ്ങേ പുത്രൻ്റെ വിജയത്തിൻ്റെയും ഞങ്ങളുടെ ഇടയിലുള്ള അങ്ങേ പുത്രൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെയും ആധികാരികമായ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. ഈ പ്രാർത്ഥന നമുക്ക് ആവർത്തിച്ച് 9 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നമ്മുടെ ഭവനങ്ങളെയും പ്രിയപ്പെട്ടവരെയും നമ്മുടെ ദുരിതങ്ങളെയും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മുറിവേറ്റതും പ്രശ്നകലുഷിതവുമായ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാൻ അവിടുന്ന് ആഗതനായി. എൻ്റെ ഹൃദയത്തിൽ ഉത്കണ്ഠയുണ്ടാക്കുന്ന പീഠകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദവര മാതാവേ, അമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രത്യേകമായി പാപത്തിന് കാരണമാക്കുന്നവയെ സുഖപ്പെടുത്തണമേ. എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലുണ്ടായ എല്ലാ ആന്തരിക മുറിവുകളെയും, അവ എൻ്റെ ജീവിതത്തിലുടനീളമുണ്ടാക്കിയ ആഘാതങ്ങളെയും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, അവിടുന്ന് എൻ്റെ വിഷമതകൾ അറിയുന്നുവല്ലോ. അങ്ങയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ വഴി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ മുറിവിലേറ്റ ആ വലിയ മുറിവിൻ്റെ യോഗ്യതയാൽ എൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ സുഖപ്പെടുത്തണമേ. അങ്ങനെ എനിക്ക് സംഭവിച്ചതൊന്നും എന്നെ വേദനയിലും വിഷമത്തിലും ഉത്കണ്ഠയിലും തളച്ചിടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദവര മാതാവേ, എൻ്റെ ജീവിതത്തിൽ രൂഢമൂലമായിരിക്കുന്ന തിന്മകൾക്ക് കാരണമായ
സകല മുറിവുകളെയും സുഖപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, ശാരീരിക രോഗങ്ങൾക്ക് കാരണമാകുന്ന എൻ്റെ എല്ലാ മുറിവുകളും സുഖപ്പെടുത്തണമേ. എൻ്റെ ഹൃദയത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഇത് സ്വീകരിച്ച് ശുദ്ധീകരിച്ച് അങ്ങയുടെ ദൈവിക ഹൃദയത്തിൻ്റെ വികാരങ്ങൾ എനിക്ക് നൽകണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, എന്നെ വേദനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മരണം മൂലമുണ്ടായ വിഷമതകളിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും സൗഖ്യം നൽകണമേ. പുനരുത്ഥാനവും ജീവനും അവിടുന്നാണെന്ന അറിവിലൂടെ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ പുത്രൻ്റെ ഉത്ഥാനത്തിൻ്റെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള അങ്ങേ പുത്രൻ്റെ വിജയത്തിൻ്റെയും ഞങ്ങളുടെ ഇടയിലുള്ള അങ്ങേ പുത്രൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെയും ആധികാരികമായ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മുറിവേറ്റതും പ്രശ്നകലുഷിതവുമായ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാൻ അവിടുന്ന് ആഗതനായി. എൻ്റെ ഹൃദയത്തിൽ ഉത്കണ്ഠയുണ്ടാക്കുന്ന പീഠകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രത്യേകമായി പാപത്തിന് കാരണമാക്കുന്നവയെ സുഖപ്പെടുത്തണമേ. എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലുണ്ടായ എല്ലാ ആന്തരിക മുറിവുകളെയും അവ എൻ്റെ ജീവിതത്തിലുടനീളമുണ്ടാക്കിയ ആഘാതങ്ങളെയും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, അവിടുന്ന് എൻ്റെ വിഷമതകൾ അറിയുന്നുവല്ലോ. അങ്ങയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ വഴി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ മുറിവിലേറ്റ ആ വലിയ മുറിവിൻ്റെ യോഗ്യതയാൽ എൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ സുഖപ്പെടുത്തണമേ. അങ്ങനെ എനിക്ക് സംഭവിച്ചതൊന്നും എന്നെ വേദനയിലും വിഷമത്തിലും ഉത്കണ്ഠയിലും തളച്ചിടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ ജീവിതത്തിൽ രൂഢമൂലമായിരിക്കുന്ന തിന്മകൾക്ക് കാരണമായ സകല മുറിവുകളെയും സുഖപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, ശാരീരിക രോഗങ്ങൾക്ക് കാരണമാകുന്ന എൻ്റെ എല്ലാ മുറിവുകളും സുഖപ്പെടുത്തണമേ. എൻ്റെ ഹൃദയത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഇത് സ്വീകരിച്ച് ശുദ്ധീകരിച്ച് അങ്ങയുടെ ദൈവിക ഹൃദയത്തിൻ്റെ വികാരങ്ങൾ എനിക്ക് നൽകണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, എന്നെ വേദനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മരണം മൂലമുണ്ടായ വിഷമതകളിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും സൗഖ്യം നൽകണമേ. പുനരുത്ഥാനവും ജീവനും അവിടുന്നാണെന്ന അറിവിലൂടെ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ പുത്രൻ്റെ ഉത്ഥാനത്തിൻ്റെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള അങ്ങേ പുത്രൻ്റെ വിജയത്തിൻ്റെയും ഞങ്ങളുടെ ഇടയിലുള്ള അങ്ങേ പുത്രൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെയും ആധികാരികമായ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മുറിവേറ്റതും പ്രശ്നകലുഷിതവുമായ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാൻ അവിടുന്ന് ആഗതനായി. എൻ്റെ ഹൃദയത്തിൽ ഉത്കണ്ഠയുണ്ടാക്കുന്ന പീഠകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രത്യേകമായി പാപത്തിന് കാരണമാക്കുന്നവയെ സുഖപ്പെടുത്തണമേ. എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലുണ്ടായ എല്ലാ ആന്തരിക മുറിവുകളെയും അവ എൻ്റെ ജീവിതത്തിലുടനീളമുണ്ടാക്കിയ ആഘാതങ്ങളെയും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, അവിടുന്ന് എൻ്റെ വിഷമതകൾ അറിയുന്നുവല്ലോ. അങ്ങയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ വഴി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ മുറിവിലേറ്റ ആ വലിയ മുറിവിൻ്റെ യോഗ്യതയാൽ എൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ സുഖപ്പെടുത്തണമേ. അങ്ങനെ എനിക്ക് സംഭവിച്ചതൊന്നും എന്നെ വേദനയിലും വിഷമത്തിലും ഉത്കണ്ഠയിലും തളച്ചിടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ ജീവിതത്തിൽ
രൂഢമൂലമായിരിക്കുന്ന തിന്മകൾക്ക് കാരണമായ സകല മുറിവുകളെയും സുഖപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, ശാരീരിക രോഗങ്ങൾക്ക് കാരണമാകുന്ന എൻ്റെ എല്ലാ മുറിവുകളും സുഖപ്പെടുത്തണമേ. എൻ്റെ ഹൃദയത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഇത് സ്വീകരിച്ച് ശുദ്ധീകരിച്ച് അങ്ങയുടെ ദൈവിക ഹൃദയത്തിൻ്റെ വികാരങ്ങൾ എനിക്ക് നൽകണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, എന്നെ വേദനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മരണം മൂലമുണ്ടായ വിഷമതകളിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും സൗഖ്യം നൽകണമേ. പുനരുത്ഥാനവും ജീവനും അവിടുന്നാണെന്ന അറിവിലൂടെ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ പുത്രൻ്റെ ഉത്ഥാനത്തിൻ്റെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള അങ്ങേ പുത്രൻ്റെ വിജയത്തിൻ്റെയും ഞങ്ങളുടെ ഇടയിലുള്ള അങ്ങേ പുത്രൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെയും ആധികാരികമായ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മുറിവേറ്റതും പ്രശ്നകലുഷിതവുമായ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാൻ അവിടുന്ന് ആഗതനായി. എൻ്റെ ഹൃദയത്തിൽ ഉത്കണ്ഠയുണ്ടാക്കുന്ന പീഠകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രത്യേകമായി പാപത്തിന് കാരണമാക്കുന്നവയെ സുഖപ്പെടുത്തണമേ. എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലുണ്ടായ എല്ലാ ആന്തരിക മുറിവുകളെയും അവ എൻ്റെ ജീവിതത്തിലുടനീളമുണ്ടാക്കിയ ആഘാതങ്ങളെയും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, അവിടുന്ന് എൻ്റെ വിഷമതകൾ അറിയുന്നുവല്ലോ. അങ്ങയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ വഴി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ മുറിവിലേറ്റ ആ വലിയ മുറിവിൻ്റെ യോഗ്യതയാൽ എൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ സുഖപ്പെടുത്തണമേ. അങ്ങനെ എനിക്ക് സംഭവിച്ചതൊന്നും എന്നെ വേദനയിലും വിഷമത്തിലും ഉത്കണ്ഠയിലും തളച്ചിടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ ജീവിതത്തിൽ രൂഢമൂലമായിരിക്കുന്ന തിന്മകൾക്ക് കാരണമായ സകല മുറിവുകളെയും സുഖപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, ശാരീരിക രോഗങ്ങൾക്ക് കാരണമാകുന്ന എൻ്റെ എല്ലാ മുറിവുകളും സുഖപ്പെടുത്തണമേ. എൻ്റെ ഹൃദയത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഇത് സ്വീകരിച്ച് ശുദ്ധീകരിച്ച് അങ്ങയുടെ ദൈവിക ഹൃദയത്തിൻ്റെ വികാരങ്ങൾ എനിക്ക് നൽകണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, എന്നെ വേദനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മരണം മൂലമുണ്ടായ വിഷമതകളിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും സൗഖ്യം നൽകണമേ. പുനരുത്ഥാനവും ജീവനും അവിടുന്നാണെന്ന അറിവിലൂടെ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ പുത്രൻ്റെ ഉത്ഥാനത്തിൻ്റെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള അങ്ങേ പുത്രൻ്റെ വിജയത്തിൻ്റെയും ഞങ്ങളുടെ ഇടയിലുള്ള അങ്ങേ പുത്രൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെയും ആധികാരികമായ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മുറിവേറ്റതും പ്രശ്നകലുഷിതവുമായ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാൻ അവിടുന്ന് ആഗതനായി. എൻ്റെ ഹൃദയത്തിൽ ഉത്കണ്ഠയുണ്ടാക്കുന്ന പീഠകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രത്യേകമായി പാപത്തിന് കാരണമാക്കുന്നവയെ സുഖപ്പെടുത്തണമേ. എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലുണ്ടായ എല്ലാ ആന്തരിക മുറിവുകളെയും അവ എൻ്റെ ജീവിതത്തിലുടനീളമുണ്ടാക്കിയ ആഘാതങ്ങളെയും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, അവിടുന്ന് എൻ്റെ വിഷമതകൾ അറിയുന്നുവല്ലോ. അങ്ങയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ വഴി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ മുറിവിലേറ്റ ആ വലിയ മുറിവിൻ്റെ യോഗ്യതയാൽ എൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ സുഖപ്പെടുത്തണമേ. അങ്ങനെ എനിക്ക് സംഭവിച്ചതൊന്നും എന്നെ വേദനയിലും വിഷമത്തിലും ഉത്കണ്ഠയിലും തളച്ചിടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ ജീവിതത്തിൽ രൂഢമൂലമായിരിക്കുന്ന തിന്മകൾക്ക് കാരണമായ സകല മുറിവുകളെയും സുഖപ്പെടുത്തേണമേ. കർത്താവായ യേശുവേ, ശാരീരിക രോഗങ്ങൾക്ക് കാരണമാകുന്ന എൻ്റെ എല്ലാ മുറിവുകളും സുഖപ്പെടുത്തേണമേ. എൻ്റെ ഹൃദയത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഇത് സ്വീകരിച്ച് ശുദ്ധീകരിച്ച് അങ്ങയുടെ ദൈവിക ഹൃദയത്തിൻ്റെ വികാരങ്ങൾ എനിക്ക് നൽകണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, എന്നെ വേദനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മരണം മൂലമുണ്ടായ വിഷമതകളിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും സൗഖ്യം നൽകണമേ. പുനരുത്ഥാനവും ജീവനും അവിടുന്നാണെന്ന അറിവിലൂടെ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ പുത്രൻ്റെ ഉത്ഥാനത്തിൻ്റെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള അങ്ങേ പുത്രൻ്റെ വിജയത്തിൻ്റെയും ഞങ്ങളുടെ ഇടയിലുള്ള അങ്ങേ പുത്രൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെയും ആധികാരികമായ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മുറിവേറ്റതും പ്രശ്നകലുഷിതവുമായ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാൻ അവിടുന്ന് ആഗതനായി. എൻ്റെ ഹൃദയത്തിൽ ഉത്കണ്ഠയുണ്ടാക്കുന്ന പീഠകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രത്യേകമായി പാപത്തിന് കാരണമാക്കുന്നവയെ സുഖപ്പെടുത്തണമേ. എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലുണ്ടായ എല്ലാ ആന്തരിക മുറിവുകളെയും അവ എൻ്റെ ജീവിതത്തിലുടനീളമുണ്ടാക്കിയ ആഘാതങ്ങളെയും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, അവിടുന്ന് എൻ്റെ വിഷമതകൾ അറിയുന്നുവല്ലോ. അങ്ങയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ വഴി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ മുറിവിലേറ്റ ആ വലിയ മുറിവിൻ്റെ യോഗ്യതയാൽ എൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ സുഖപ്പെടുത്തണമേ. അങ്ങനെ എനിക്ക് സംഭവിച്ചതൊന്നും എന്നെ വേദനയിലും വിഷമത്തിലും ഉത്കണ്ഠയിലും തളച്ചിടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ ജീവിതത്തിൽ രൂഢമൂലമായിരിക്കുന്ന തിന്മകൾക്ക് കാരണമായ സകല മുറിവുകളെയും സുഖപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, ശാരീരിക രോഗങ്ങൾക്ക് കാരണമാകുന്ന എൻ്റെ എല്ലാ മുറിവുകളും സുഖപ്പെടുത്തണമേ. എൻ്റെ ഹൃദയത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഇത് സ്വീകരിച്ച് ശുദ്ധീകരിച്ച് അങ്ങയുടെ ദൈവിക ഹൃദയത്തിൻ്റെ വികാരങ്ങൾ എനിക്ക് നൽകണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, എന്നെ വേദനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മരണം മൂലമുണ്ടായ വിഷമതകളിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും സൗഖ്യം നൽകണമേ. പുനരുത്ഥാനവും ജീവനും അവിടുന്നാണെന്ന അറിവിലൂടെ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ പുത്രൻ്റെ ഉത്ഥാനത്തിൻ്റെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള അങ്ങേ പുത്രൻ്റെ വിജയത്തിൻ്റെയും ഞങ്ങളുടെ ഇടയിലുള്ള അങ്ങേ പുത്രൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെയും ആധികാരികമായ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മുറിവേറ്റതും പ്രശ്നകലുഷിതവുമായ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാൻ അവിടുന്ന് ആഗതനായി. എൻ്റെ ഹൃദയത്തിൽ ഉത്കണ്ഠയുണ്ടാക്കുന്ന പീഠകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രത്യേകമായി പാപത്തിന് കാരണമാക്കുന്നവയെ സുഖപ്പെടുത്തണമേ. എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലുണ്ടായ എല്ലാ ആന്തരിക മുറിവുകളെയും അവ എൻ്റെ ജീവിതത്തിലുടനീളമുണ്ടാക്കിയ ആഘാതങ്ങളെയും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, അവിടുന്ന് എൻ്റെ വിഷമതകൾ അറിയുന്നുവല്ലോ. അങ്ങയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ വഴി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ മുറിവിലേറ്റ ആ വലിയ മുറിവിൻ്റെ യോഗ്യതയാൽ എൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ സുഖപ്പെടുത്തണമേ. അങ്ങനെ എനിക്ക് സംഭവിച്ചതൊന്നും എന്നെ വേദനയിലും വിഷമത്തിലും
ഉത്കണ്ഠയിലും തളച്ചിടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ ജീവിതത്തിൽ രൂഢമൂലമായിരിക്കുന്ന തിന്മകൾക്ക് കാരണമായ സകല മുറിവുകളെയും സുഖപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, ശാരീരിക രോഗങ്ങൾക്ക് കാരണമാകുന്ന എൻ്റെ എല്ലാ മുറിവുകളും സുഖപ്പെടുത്തണമേ. എൻ്റെ ഹൃദയത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഇത് സ്വീകരിച്ച് ശുദ്ധീകരിച്ച് അങ്ങയുടെ ദൈവിക ഹൃദയത്തിൻ്റെ വികാരങ്ങൾ എനിക്ക് നൽകണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, എന്നെ വേദനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മരണം മൂലമുണ്ടായ വിഷമതകളിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും സൗഖ്യം നൽകണമേ. പുനരുത്ഥാനവും ജീവനും അവിടുന്നാണെന്ന അറിവിലൂടെ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ പുത്രൻ്റെ ഉത്ഥാനത്തിൻ്റെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള അങ്ങേ പുത്രൻ്റെ വിജയത്തിൻ്റെയും ഞങ്ങളുടെ ഇടയിലുള്ള അങ്ങേ പുത്രൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെയും ആധികാരികമായ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മുറിവേറ്റതും പ്രശ്നകലുഷിതവുമായ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാൻ അവിടുന്ന് ആഗതനായി. എൻ്റെ ഹൃദയത്തിൽ ഉത്കണ്ഠയുണ്ടാക്കുന്ന പീഠകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രത്യേകമായി പാപത്തിന് കാരണമാക്കുന്നവയെ സുഖപ്പെടുത്തണമേ. എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിലുണ്ടായ എല്ലാ ആന്തരിക മുറിവുകളെയും അവ എൻ്റെ ജീവിതത്തിലുടനീളമുണ്ടാക്കിയ ആഘാതങ്ങളെയും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, അവിടുന്ന് എൻ്റെ വിഷമതകൾ അറിയുന്നുവല്ലോ. അങ്ങയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ വഴി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങേ പുത്രൻ മുറിവിലേറ്റ ആ വലിയ മുറിവിൻ്റെ യോഗ്യതയാൽ എൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ സുഖപ്പെടുത്തണമേ. അങ്ങനെ എനിക്ക് സംഭവിച്ചതൊന്നും എന്നെ വേദനയിലും വിഷമത്തിലും ഉത്കണ്ഠയിലും തളച്ചിടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ ജീവിതത്തിൽ രൂഢമൂലമായിരിക്കുന്ന തിന്മകൾക്ക് കാരണമായ സകല മുറിവുകളെയും സുഖപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, ശാരീരിക രോഗങ്ങൾക്ക് കാരണമാകുന്ന എൻ്റെ എല്ലാ മുറിവുകളും സുഖപ്പെടുത്തണമേ. എൻ്റെ ഹൃദയത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഇത് സ്വീകരിച്ച് ശുദ്ധീകരിച്ച് അങ്ങയുടെ ദൈവിക ഹൃദയത്തിൻ്റെ വികാരങ്ങൾ എനിക്ക് നൽകണമേ. ഓ കൃപാസനം പ്രസാദപര മാതാവേ, എന്നെ വേദനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മരണം മൂലമുണ്ടായ വിഷമതകളിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും സൗഖ്യം നൽകണമേ. പുനരുത്ഥാനവും ജീവനും അവിടുന്നാണെന്ന അറിവിലൂടെ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ പുത്രൻ്റെ ഉത്ഥാനത്തിൻ്റെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള അങ്ങേ പുത്രൻ്റെ വിജയത്തിൻ്റെയും ഞങ്ങളുടെ ഇടയിലുള്ള അങ്ങേ പുത്രൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെയും ആധികാരികമായ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ.